വിഗാണ്. എനിക്കിത് ഇങ്ങനെ കാണിക്കുന്നതിന് എനിക്കൊരു വിരോധവുമില്ല. ചേച്ചി അത് ഇടൂ. അത് വിഗാണെന്ന് ഇപ്പം ആർക്കാണ് ഇവിടെ അറിഞ്ഞുകൂടാത്തത്? നിങ്ങൾ വിഗ് വെച്ചത് ആർക്കാണ് പറഞ്ഞത്? അതൊരു കണ്ടന്റ് അല്ലായിരുന്നോ? നിങ്ങൾക്ക് വിഗ് കൊണ്ട് തരുന്നതും വെക്കുന്നതും അതൊരു വലിയൊരു കണ്ടന്റായിട്ട് കുറച്ച് നാൾ ഓടിയതല്ലേ? അത് വിഗാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ നിങ്ങളെ മുടിയെന്ന് പറഞ്ഞാൽ പൊഴിഞ്ഞതല്ല, നിങ്ങളെ മുട്ടയടിച്ചതാണ്. അല്ല, നിങ്ങളത് പൊഴിഞ്ഞു പോകും. പക്ഷേ എല്ലാ ക്യാൻസർ രോഗികൾക്കും ഇങ്ങനെ കീമോ ചെയ്യുമ്പോൾ പൊഴിഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്ക് പൊഴിഞ്ഞു പോയതല്ല, നിങ്ങളെ മുട്ടയടിച്ചതാണ്. നിങ്ങളെ മുടി കാണുമ്പോൾ തന്നെ, തല കാണുമ്പോൾ തന്നെ എന്റെ ജീവൻ പോകുന്നോടെ വരെ എന്റെ കുഞ്ഞെന്റെ കൂടെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞ്. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളോടെ തന്നെയാണ്, അല്ലാതെ വേറെ ആരോടെയാണ്? നിങ്ങളിവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. മുമ്പും നിങ്ങളെ അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ തന്നെ ആയിരുന്നു. നിങ്ങൾ ആ കുട്ടിയെ കളഞ്ഞിട്ട് നിങ്ങൾ നോക്കാതെ നടന്നെന്നുള്ളതാണ് അന്ന് ന്യൂസുകൾ വന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ ആ കുട്ടിയെ നോക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഇപ്പോഴാണ് നിങ്ങൾ ആ കുട്ടിയെ നോക്കുന്നത്, സ്നേഹിക്കുന്നതൊക്കെ മറ്റുള്ളവർ കാണുന്നത്. നിങ്ങൾ എന്നാൽ ശരിക്കും നമ്മൾ മക്കളെ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ കാണിക്കണമെന്ന്, അതല്ല. എന്നാലും അന്നും ഈ കുട്ടി വെളിയിൽ നിൽക്കുന്ന, നിങ്ങൾ വരുന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കുട്ടി വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾ ഒന്നും കാണുന്നില്ല. നിങ്ങളെന്തോ ഒരു തലക്കനം പോലെ നിങ്ങളിങ്ങനെ പരിസരബോധം ഇല്ലാതെ ഇങ്ങനെ പോകുന്നു. കുട്ടി വെളിയിൽ നിന്ന് കളിക്കുന്നു. അതൊക്കെ നമ്മൾ ഇതിൽ കണ്ടതാണ്. ഞാൻ മരിക്കുമല്ലോ, ക്യാൻസർ വന്നില്ല, ഞാൻ മരിക്കുമല്ലോ. അപ്പൊ കുഞ്ഞിനെ നോക്കണ്ടേ? അപ്പൊ കുഞ്ഞിനെ തട്ടിയെടുക്കണം. അതാണ് അവൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ശിക്ഷ. നിങ്ങളെ കുട്ടിയെ ആരാണ് തട്ടിയെടുക്കുന്നത്? ആര് തട്ടിയെടുക്കാൻ വരുന്നു? കിച്ചുവാ? കിച്ചുവിനെ തട്ടിക്കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? ഇപ്പം കിച്ചു ഇപ്പം ഒരു വിവാഹപ്രായമായി വരുന്നു. അപ്പം അതിനെ കൊണ്ടുപോയാൽ അവനിക്കൊരു ബാധ്യതയല്ലേ ആവുള്ളൂ. ആരാണ് തട്ടിയെടുക്കാൻ നോക്കുന്നത്? നാട്ടുകാരാ? യൂട്യൂബർമാരാ? അത് ആരാണ് നിങ്ങളെ കുട്ടീനെ തട്ടിയെടുക്കാൻ നോക്കുന്നത്? പിന്നെ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ വരും കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ വിലയ്ക്ക് വെച്ചാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് കേട്. ആളുടെ സമയത്ത് അവനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവൻ്റെ കൂടപ്പിറപ്പ് തന്നെ ഉണ്ടാവും. സംസാരിക്കും അവർ ഈ ഒരു ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് ആ ഒരു ക്യാൻസറിന്റെ ഭീകരത, അതായത് ആ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അവർ ഉണർന്ന് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുമുണ്ട്. പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അതിന് നമുക്കൊരു മനക്കരുത്ത്. അതിന് നിങ്ങൾക്ക് മനോധൈര്യം ഉണ്ട് എന്നുള്ളത് അത് നിങ്ങൾ ശ്രുതി മരിച്ചപ്പോൾ തന്നെ നമുക്ക് തെളിയിച്ചതല്ലേ? ശ്രുതി മരിച്ച് കഴിഞ്ഞ് അത് അത്രയും ദിവസങ്ങൾ എത്തുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കുറേ ഷൂട്ടിങ് കാര്യങ്ങൾ, നിങ്ങൾ ഷൂട്ടിങ് ചെയ്യുന്നതിന് ആൽബം ഒക്കെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല രേണു. നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പം ശ്രുതി എന്ന് പറയുന്ന കലാകാരന് ഒരു മാന്യതയും ബഹുമാനവും സമൂഹം കൊടുത്തിരുന്നു. അത് പക്ഷേ നിങ്ങളെ ഈ അഭിനയത്തിലൂടെ നിങ്ങൾ അഭിനയിക്കാം. പക്ഷെ നിങ്ങൾ ലോക്കലായിട്ടാണ് നിങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ഫേമസ് ആയത്. പക്ഷെ അത് നാളുടെ സമയത്തെന്നല്ല, അത് നിങ്ങൾക്ക് കേട് തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ശ്രുതി എന്ന് പറയുന്ന കലാകാരൻ അതൊരു വലിയൊരു മോശമല്ല. അത് ഇനിയിപ്പോൾ ശ്രുതി മരിച്ചു, പക്ഷെ അത് ഇനിയിപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ, നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയാൽ അത് നിങ്ങളെ മക്കൾക്കാണ് അത് വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. അല്ല, നിങ്ങളടുത്ത് ആർക്കും ഒരു ശത്രുതയോ കാര്യങ്ങളോ ഉള്ളത് കൊണ്ടല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കണം. ഇപ്പൊ ഈ ചിത്ര പറഞ്ഞ പോലെ ക്യാൻസർ വന്നിട്ടും എന്നെ വെറുതെ വിടുന്നില്ല. അപ്പൊ അതിലപ്പുറം ഞാൻ അനുഭവിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിതൊന്നും വലിയ വിഷയമല്ല. നിങ്ങളിപ്പോൾ എന്താണ് വിഷയമല്ലെന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഏതാണ് വിഷയമല്ലെന്ന് പറയുന്നത്? നിങ്ങളിപ്പം ഫസ്റ്റ് ആയാലും ശ്രുതി മരിച്ച് അപ്പോൾ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ക്യാൻസർ ആണെന്ന് പറയുന്നത് നിങ്ങൾ തന്നെ മീഡിയയെ വിളിച്ച് വരുത്തി, നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, നിങ്ങളത് പറയുന്നു. അതിനുശേഷം പിന്നെ കീമോ ചെയ്യാൻ പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ തന്നെയാണ് യൂട്യൂബിൽ കൂടെ പറഞ്ഞത്, നിങ്ങളെ ചാനലിൽ കൂടെ പറഞ്ഞത് കിച്ചുങ്ങളെ കാണാൻ വരുന്നില്ല, അങ്ങനെ ഇങ്ങനെ. അപ്പോഴാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നവും ബാക്കിയുള്ളതും നാട്ടുകാരറിയുന്നത്. അപ്പം നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ പുറത്തോട്ട് ഇടുന്നത്. നിങ്ങൾക്ക് കണ്ടന്റിന് വേണ്ടിയും നിങ്ങൾക്ക് റീച്ച് കിട്ടാനും കിച്ചുവിനെ തകർക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നാള് സുധിച്ചേട്ടന്റെ വിധവ ഇപ്പൊ ക്യാൻസർ പേഷ്യന്റിന് അടങ്ങിയിരിക്കാൻ മേലെ അവള് മരുന്നിന്റെ മണമായിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, അവൾ എന്തിനാണ് റീൽ ചെയ്യുന്നത്? ഇതാണ് ഇപ്പം പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞവര് തന്നെയാണ് ഇന്നും പറയുന്നത്. ഇതിനൊരു വ്യത്യാസവും ഇല്ല, ആളുകൾക്ക് വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറച്ച് വാക്കുകൾക്ക്, പിന്നെ കുറച്ച് സംഭാഷണങ്ങൾക്ക് വ്യത്യസ്തത വന്നത്, അത്രേ ഉള്ളൂ. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. അത്ര തന്നെ എല്ലാവരും കരുതുന്നുള്ളൂ. നിങ്ങളെങ്ങനെയാണ് കരുതുന്നത്? നിങ്ങളാരായിരുന്നു? നിങ്ങളെങ്ങനെയായിരുന്നു അന്നത്തെ സ്വഭാവം? നിങ്ങൾ ക്യാൻസർ രോഗി ആണെന്ന് അറിയുന്നതിന് മുന്നേ ഏതായിരുന്നു സ്വഭാവം? അത് കഴിഞ്ഞപ്പോഴെങ്കിലും ഈ മനുഷ്യൻ്റെ സ്വഭാവം. പക്ഷെ നിങ്ങളെ സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല, മനസ്സിലായേ? മറ്റുള്ളവരെ മനസ്സിൽ പിന്നും മാറി. അവർ കുറച്ച് സിമ്പതിയും കാര്യങ്ങളും നിങ്ങളോടുള്ള ആ ഒരു വൈരാഗ്യമൊക്കെ മാറ്റി ഒരു പേഷ്യൻ്റ് അല്ലേ എന്നുള്ള ആ ഒരു പരി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവരുടെയും ശത്രുത, അന്നും ശത്രുത, ഇന്നും ശത്രുത. നിങ്ങൾ പറയണത് ഞാൻ ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടും എന്നെ വെറുതെ ഉള്ളു, പിന്നെ ഞാൻ അതിന് വെറുതെ ഇരിക്കണം, ഞാൻ പിന്നെ മിണ്ടാതിരിക്കണം. അതാണ് നിങ്ങളായത്. അപ്പം നിങ്ങൾ അതിൽ വെച്ച് സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടിയാണ് നിങ്ങൾ കുറേ മീഡിയയൊക്കെ വിളിച്ച് ഞാൻ പേഷ്യൻ്റാണ്, ഈ ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാൾ എനിക്ക് ക്യാൻസറാണ് എന്നൊരു മീഡിയനെ വിളിച്ചിട്ട് പറയുന്ന ആദ്യത്തെ പേഷ്യൻ്റ് നിങ്ങളായിരിക്കും.
നിങ്ങൾ സെലിബ്രിറ്റി ആണല്ലോ, അപ്പം നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ ലോകം അറിയണമല്ലോ. ുള്ളത് ഒരു വിധവയ്ക്ക് ഒരു വിധവേനെ മനസ്സിലാവും അവരുടെ വിഷമവും വേദനയും. വിധവ പോട്ടെ, അത് വിട്ടു. ഒരു സ്ത്രീക്ക് വേണ്ട, ഒന്നും വേണ്ട, വിധവയും വേണ്ട, സ്ത്രീയും വേണ്ട, മനുഷ്യത്വം എന്ന് പറയുന്നൊരു സാധനം അത് അവരിലില്ല. എനിക്ക് തോന്നുന്നില്ല അവർ മനുഷ്യരാണോന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആ സ്ത്രീയെ പറ്റി പറഞ്ഞത് കുറച്ചൊക്കെ ഈ പറയുന്നുണ്ടൊക്കെ കുറച്ച് 80% വരെ ശരിയാണ്. കാരണം അവർ ഒരാളെന്നല്ല, ഒരുപാട് ആൾക്കാരെ എടുത്തിട്ട് ട്രോളുന്നുണ്ട്. അത് തെറ്റ് ചെയ്ത് പോലും തെറ്റ് ചെയ്തിട്ടില്ല പോലും അവരിങ്ങനെ എന്തെങ്കിലും അരിവും മൂല്യം കിട്ടിയിട്ട് അവരെ അങ്ങ് എടുത്തിട്ട് അങ്ങ് ഒരാളെ ഇതാക്കാം. അത് ഓക്കെ, പറഞ്ഞത് ശരിയാണ്, അതിൽ ഞാൻ യോജിക്കുന്നത്. ഒരാളെ എന്നല്ല, ഒരുപാട് പേരെ അവർ ഇതുപോലെ നാണം കെടുത്തിയിട്ടും വിഷമിപ്പിച്ചിട്ടുമുണ്ട്. അത് ഓക്കെയാണ്. ഒന്നും ഈ 5 മാസം മുന്നേ ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വളർത്തുമകൻ തന്നെയാണ്, അങ്ങനെ തന്നെ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അതിനകത്ത് പല കറുത്ത കൈകളും ചേർന്നു. ഈ കറുത്ത കൈകൾ ചേർന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം ആരുണ്ടാക്കി കൊടുത്തത്? ആരാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്? അത് രേണു തന്നെയാണല്ലോ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം രേണുവും കിച്ചുവും തമ്മിൽ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറഞ്ഞത് അതൊക്കെ ഓൾറെഡി മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വിഷയം ഉണ്ടായി. നിങ്ങൾ കെറൂരിരിക്കുന്ന സമയത്താണ് കാണാൻ വന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി അങ്ങിട്ട് കൊടുത്തത് ആൾക്കാർക്ക്. ഈ യൂട്യൂബർമാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് മറുപടി പറയാതിരിക്കുന്നവരാണ്. റിപ്ലൈ കൊടുക്കാനുള്ളത് എല്ലാവർക്കും ഒരു കാര്യം കേട്ടാൽ അതിന് മറുപടി പറയാനുള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവും. മനസ്സിലായി? അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അത് രേണുസുതി തന്നെയാണ്. അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. 11 വയസ്സിൽ തള്ള പോലും, സ്വന്തം പെറ്റതള്ള അന്ന് ഉണ്ടായിരുന്നു, പിന്നെയാണ് അവർ മരിച്ചത്. പെറ്റതള്ള ഉപേക്ഷിച്ച ഒരു കുഞ്ഞിനെയും രണ്ടാമത്തെ ഭാര്യ വരെ ഉപേക്ഷിച്ച ഒരു ഭർത്താവിനെയും കൂടെ ഞാൻ നോക്കിയതാണോ തെറ്റ്? അയാളെ സ്നേഹിച്ച് ഇതേ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഫോട്ടോ, ഇദ്ദേഹത്തെ സ്നേഹിച്ച് ആ കുഞ്ഞിനെ ഞാൻ ബോർഡിങ് നിർത്തിയോ? ഒരു വാക്കുകൊണ്ട് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല 11 വയസ്സുള്ള കുട്ടീനെ. ആ 11 വയസ്സ് തൊട്ട് ഈ 18 സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞും 1 വർഷം എൻ്റെ കൂടെ തന്നെയായിരുന്നു. ഈ 11 വയസ്സ് തൊട്ട് നോക്കുന്നതെന്ന് പറഞ്ഞാൽ 11 വയസ്സ് തൊട്ട് രേണു അല്ലല്ലോ അതിന് ചിലവിനെടുത്ത്. അതിൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ. അച്ഛൻ നോക്കാനും കാണാനും അതിൽ പോകുന്നിടത്തും മരുന്നിടത്തും ഒക്കെ കൊണ്ടുപോകാനും നോക്കാനും അതിൻ്റെ അച്ഛനുണ്ടായിരുന്നല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൊടുത്ത കണക്കും വാങ്ങിയ കണക്കും പറയുന്നു. അങ്ങനെ എനിക്ക് ഈ പറയുന്നുണ്ടല്ലോ, ഇപ്പം സുധിയാണ് നിങ്ങളെ വീട്ടിലെ സർവ്വ കാര്യങ്ങളും നോക്കിയത്, വീട്ടിലെ ഫുള്ള് ചിലവും നിങ്ങളെ എല്ലാ കാര്യങ്ങളും നോക്കി. അപ്പോൾ അത് കണക്കലല്ല. അപ്പോൾ ഈ കുട്ടീനെ ഇപ്പം സുധി മരിച്ചതിന് ശേഷം 1 വർഷം നോക്കിയതിനാണ് ഇപ്പം രേണുവിന് ഇപ്പോൾ കണക്കായത് അല്ലേ? അപ്പോൾ രേണു ചെയ്ത തെറ്റിനെ അത് ചൂണ്ടിക്കാണിച്ചപ്പം അതൊരു വലിയ തെറ്റായി. 1 വർഷം അല്ലെങ്കിൽ അതിന് വല്ലതും കൊടുത്ത് അതിന് പൈസ കൊടുത്തിട്ടുമ്പോൾ അത് വലിയ തെറ്റായി. അതിന് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, അവൻ അത് വീണ്ടും അത് രേണു കണ്ടിന്യൂ ചെയ്തപ്പോൾ അപ്പം പിന്നെ മിണ്ടാനോ അതാക്കാനോ വന്നില്ല. അത്രയല്ലേ ഉള്ളൂ. അല്ലാതൊന്നും അതിന് ഈ ലോകം മൊത്തത്തിൽ അതിന് നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ അവനും അതിനോട് പറഞ്ഞിട്ടുണ്ടാവും. അത് ആദ്യമേ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നത്. എന്നിട്ടും രേണു തന്നെയാണ് വീണ്ടും ഒരു വിഷയങ്ങൾ ഉണ്ടാക്കി ഇട്ട് കൊടുത്തത്. ഓരോരുത്തർക്കും ഒരേ കണ്ടന്റ് കാണാൻ വരുന്നില്ല എന്നുള്ള രീതിയിൽ. ഇവരൊന്ന് ചിന്തിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണം. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്ന് ചിന്തിക്കണമായിരുന്നു. എൻ്റെ മകൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സുധിയുടെ ഭാര്യയാണ് അവൾ. ഒന്നും വേണ്ട, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു അമ്മയും കൂടാണ്. ആ രാഹുൽദാസ് മാത്രമല്ല സുധിക്ക് മകൻ, മൃദുൽദാസും ഉണ്ട്. ചിന്തിക്കണമായിരുന്നു. അതിന് അവർ എങ്ങനെ പറയും? സോഷ്യൽ മീഡിയ ആയാലും മൊത്തത്തിൽ നിങ്ങളുടെ ഒരു പോസിറ്റീവ് വശവും എവിടെയില്ല. നിങ്ങൾ ഈ കാണിക്കുന്ന മൊത്തവും നെഗറ്റീവാണ് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ ആൽബം ചെയ്യുന്നതും എല്ലാ ലോക്കൽ ആൾക്കാരും ബ്രസ്റ്റ് ഇതായിട്ട് കാണിക്കുന്നു, വയറിതായിട്ട് കാണിക്കുന്നു. നിങ്ങൾ ഏത് രീതിയിലും നിങ്ങൾ വൾഗറായിട്ടുള്ള ആ ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് റീച്ച് ആവണം, ഒന്ന് ഇതാവണം എന്നുള്ള രീതിയിൽ നിങ്ങളങ്ങ് നെഗറ്റീവായിട്ട് നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ സമൂഹം മൊത്തത്തിൽ എങ്ങനെ നിങ്ങളെ കാണുന്നത് സുധീരെ ഭാര്യയായിട്ടാണ്. അല്ല, ഈ ലോകത്ത് ഒരുപാട് പേര് വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഈ പ്രശ്നം വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരൊന്നും ഈ പറയുന്ന കലാകാരൻ്റെ ഭാര്യയല്ല. അവരൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടിയും തുണി എടുക്കാതെയൊക്കെ വന്നവരാണ്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. നിങ്ങളുടെ ഒരു കലാകാരൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ഈ വ്യക്തി ആദ്യമേ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഒരു മനസ്സിലൊരു ഫീലിങ്സ് വന്നത്. അല്ല, നിങ്ങളോടുള്ളൊരു ശത്രുത കൊണ്ടല്ല. അപ്പം നിങ്ങളൊരു നല്ല രീതിക്ക് ഇപ്പോൾ ഇത്രയും ആൾക്കാർ നല്ല രീതിക്കല്ല നിങ്ങളെല്ലാം കാണിക്കുന്ന മൊത്തം എന്താ അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച്, പിന്നെ അവർ ചെയ്യുന്നില്ലേ ഇവർ ചെയ്യുന്നില്ലേ, പിന്നെ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി, എന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾ ഒരുപാട് വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളെ ഒരാൾ മനസ്സിലാക്കുന്നതും ഒരാൾ അറിയപ്പെടുന്നതും നിങ്ങളെ രേണു എന്നുള്ള വ്യക്തിയിലല്ല, സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിലാണ് നിങ്ങളെ കാണുന്നത്, അല്ലെങ്കിൽ അവരെ വിധവ എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് അത്രയും പ്രശ്നവും പ്രഷറും വരുന്നത്.
അല്ലാതെ നിങ്ങളോടുള്ള ഒരു ദേഷ്യം കൊണ്ടല്ല. നിങ്ങൾ തുടക്കത്തിലേ നിങ്ങളിങ്ങനെ ഒരു തുടങ്ങിയ വ്യക്തി ആയിരുന്നെങ്കിൽ അവിടെ പ്രശ്നം ഈ സുധിയുടെ ഒരു വൈഫ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രശ്നം വന്നത്. അല്ല ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ദാസിന് എന്തും പറയാം, അത് കുഞ്ഞ്, അവനെന്തും പറയാം. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ രേണു സുധിയുടെ വീട്ടുകാർ രേണു സുധി നികൃഷ്ട ജീവികൾ, വൃത്തികെട്ട ആൾക്കാർ, അങ്ങനെയാ. രേണു സുധിക്ക് ഒന്നും മിണ്ടാൻ പറ്റത്തില്ല. രേണു സുധിക്ക് ഒന്നും പറയാൻ പറ്റൂല എന്ന് ആര് പറയുന്നു? രേണു സുധി അങ്ങനെ ഒന്നും പറയുന്നില്ല. രേണു സുധി തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഈ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് കൊടുക്കുന്നത്, തുടക്കം ചെയ്യുന്നത് മൊത്തവും രേണു സുധിയാണ്, അല്ല കിച്ചുവായിട്ടല്ല. കിച്ചു ഇതിനൊക്കെ മറുപടി എന്ന പോലെയാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്, മനസ്സിലായ? അല്ലാതെ അതിപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താ നിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെന്താ നീ അതിനെ ഒന്നും ചോദിക്കാത്തതെന്ന ഒരു സമൂഹത്തിൽ. അതിപ്പോൾ ഏത് മക്കളായാലും, ഇപ്പോൾ ഈ പറയുന്ന ഞാനായാലും ഞാൻ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ എൻ്റെ മക്കൾക്കല്ലേ അത് കേട്. അപ്പോൾ സമൂഹം അവൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് നീ ഇത്ര വലുതായില്ലേ, നീ എന്താ അത് ചോദിക്കാത്തതെന്ന്. അപ്പോൾ അവനിക്ക് എൻ്റെ ഫീലിങ്സ് വരും. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ആ ചില സമയങ്ങളിൽ നമുക്കിതൊന്നും തലയിൽ കയറൂല, കുറച്ച് കഴിയുമ്പോഴേ നമുക്കത് തലയിൽ കയറുള്ളൂ. ഇന്ന് 22 വയസ്സുള്ള യുവാവാണ് അവൻ. ഇന്ന് പൈസ ഉണ്ട് ആവശ്യത്തിന്. അന്നൊന്നും ഇല്ലായിരുന്നപ്പോൾ ഞാനുണ്ടായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന്. എന്താണ് മനസ്സിലായി? എനിക്ക് വിഷമമുണ്ട്, ദണ്ണമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അവൻ 22 വയസ്സുള്ള യുവാവായി, ശരിയാണ്. പക്ഷെ അവനെ നിങ്ങൾക്ക് നോക്കണ്ടല്ലോ, അവൻ സ്വന്തം കാലിൽ നിൽക്കാറായില്ലേ. ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവൻ സഹായിക്കൂലെന്നും അവൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അവൻ വരും, തരും നിങ്ങൾക്ക്. അപ്പം നിങ്ങളാണ് അവനെ ശത്രുവിനെ പോലെ കാണുന്നത്, മനസ്സിലായ? അല്ല, അവനിക്കൊരു ശത്രുതയില്ല. പിന്നെ നിങ്ങൾ അവനെ നെഗറ്റീവ് പറയുമ്പോൾ അവനതിന് മറുപടിയായിട്ട് വന്ന് പറയും. ഈ പറയുന്ന എല്ലാവരും പോയിട്ട് അവന് ഒരു ഒരു കുടുംബത്തിലായാലും അങ്ങനെയാണ്, നിന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്താണ് നീ പ്രതികരിക്കാത്തതെന്ന് പറയുമ്പോൾ അവൻ പ്രതികരിച്ച് പോവും. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കുക, അവൻ ഒരു യുവാവാണ്. അപ്പോൾ ഇനി അവനെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുക. കൊച്ചാണെന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിക്കരുത്. അവൻ വലിയൊരു പയ്യനാണ്, അവനിക്ക് ഇനി സമൂഹത്തിൽ കല്യാണം കഴിച്ച് നല്ല ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ട് അതാണ് നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. ആൻസറായിട്ട് കിടന്നിട്ട് പോലും ഒരു നോക്ക് എന്നെ കാണാൻ വന്നു. വിഷമമുള്ളവരുടെ വിഷമം, ആരുടെ വിഷമം തീർക്കട്ടെ എന്ന്. ആരുടെ വിഷമം രാഹുൽ ചോദിച്ചിട്ടില്ല, ഇന്ന് വരെ വിളിച്ചു. ഞാൻ ബ്ലോക്ക് ആക്കി ഇട്ടേക്കുവാ. വിഷമമുള്ളവരുടെ വിഷമം തീരട്ടെ എന്ന് പറഞ്ഞാൽ പല യൂട്യൂബർമാരും പിന്നെ ഇപ്പം രേണു പറഞ്ഞ കാര്യം കാണാൻ ചെന്നില്ല എന്നുള്ളൊരു ഒരു കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് എന്താ നിന്നെ നോക്കി വളർത്തിയതല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നും പറഞ്ഞ് ഒരുപാട് യൂട്യൂബർമാർ അവനെ നെഗറ്റീവ് അടിച്ചിട്ട് അവനെ കുറ്റപ്പെടുത്തി സംസാരിച്ച്. അപ്പോഴാണ് എന്നാൽ വിഷമമുള്ളവരെ വിഷമം തീരട്ടെ, ഞാൻ പോവാം എന്നുള്ളത് അവൻ പോസ്റ്റ് ചെയ്തത്. അല്ല, നിങ്ങളടുത്ത് അല്ല പറഞ്ഞത്, അത് അവനോട് നെഗറ്റീവ് പറഞ്ഞ് അവനെ ട്രോളിയ ആളിൻ്റെ അടുത്താണ് മറുപടി പറഞ്ഞത്. ആ വീഡിയോ കാണിച്ചിട്ടാണ് ആ പയ്യനത് പറയുന്നത്. അല്ല, അവൻ ആര് വേറെ ഒരു രീതിയിൽ നിങ്ങളെ വേദനിപ്പിക്കാനുള്ള രീതിയിലല്ല അവൻ പറഞ്ഞത്. എനിക്കെതിരെ എന്നിട്ട് കുറെ വ്ളോഗർമാർക്ക് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുക, ഇതൊക്കെ ഞാൻ പിന്നീടാണ് അറിയുന്നത്. അതിൽ കൂടെ എന്തെങ്കിലും പൈസ കിട്ടുമായിരിക്കും പൈസ. നീ ഇതിനെതിരെ എന്ത് വന്നാലും ഞാൻ തളരത്തില്ല. ഇതിനെതിരെ ഇപ്പൊ സോഷ്യൽ മീഡിയ വലിയ വിവാദം ഉണ്ടോ, അവള് കൊച്ചിനെ ഇട്ട് കൊടുത്തി. ഞാൻ ചോദിക്കട്ടെ, അവന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ, എനിക്ക് പറയണ്ടേ? എനിക്ക് പറയാനുണ്ടെന്നേ. ഏത് യൂട്യൂബർമാർക്ക് പൈസ മേടിച്ചിട്ട് ചെയ്യും? നിങ്ങൾ ഇല്ലാത്തത് പറയരുത്. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളെ ആൾക്കാർ നിങ്ങളെ സ്നേഹിക്കുന്ന, അല്ല നിങ്ങളിപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർ പോലും നിങ്ങളെ ശത്രുക്കളാവുന്നത് അതുകൊണ്ടാണ്. ഏതൊരു മനുഷ്യരിക്കും മനസ്സിലാവും. നിങ്ങൾക്കൊരു വ്യക്തിയോട് നമ്മളൊരു വൈരാഗ്യം കൊണ്ട് പറയുന്നതും അല്ലാതെ ഇല്ലാത്തത് പറയുന്നതും നമുക്ക് കേട്ടാൽ മനസ്സിലാവും. നമ്മൾ എപ്പോഴും പറയാൻ പാടുള്ളതേ പറയാവൂ, അല്ലാത്ത പറയാൻ പാടില്ല. നമ്മളൊരു വാക്ക് നമ്മളെ വായിൽ നിന്ന് വീണ് പോയാൽ അല്ലാതെ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്, മനസ്സിലായില്ലേ? അത് ഒരാളിനെ വേദനിപ്പിക്കും. ഇപ്പം ഈ പറയുന്നത് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ കാര്യം പറയുന്നതാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ നോർമൽ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയൊന്നുമല്ല. എല്ലാവർക്കും ജീവിക്കണമൊക്കെ ശരിയാണ്. നമ്മൾ പറയുമ്പം നല്ല സംസാരിക്കുമ്പോൾ നല്ല സൂക്ഷിച്ച് സംസാരിക്കുക. നിങ്ങൾക്കറിയാലോ, ഒരാളെ ഹർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വേദന ഉണ്ടാവുന്നു, അതും ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി. പല കാര്യങ്ങളും ഇപ്പോഴും ഞാൻ മറച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ മറച്ചു വെച്ച് സംസാരിക്കും? കാരണം ഇത്രയും എന്താ പറയാ, കേൾക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചി ഓൾറെഡി കേട്ടു. അത് ഞാനായതുകൊണ്ട് എനിക്ക് മനസ്സിന്റെ ഒരു സാക്ഷിയുണ്ട്, മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം. നിങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഈ പറയുന്നത്? വീണ്ടും എന്തൊക്കെ നിങ്ങൾ ഇതുപോലെയാണ് മുമ്പ് പറഞ്ഞ എന്തൊക്കെയോ പറയാനുള്ളത്. അപ്പോഴാണ് അവർ ആ പ്രഗ്നൻസിയുടെ കാര്യം അങ്ങനെ ചെയ്തോ എന്നും പറഞ്ഞിട്ട് ആ ഒരു വിഷയം മറ്റുള്ളവരുടെ മനസ്സിലോട്ട് തെറ്റിദ്ധാരണകൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തി തെറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ, അതിങ്ങനെ പറയരുത്. അത് ഞാൻ പറയും, ഇപ്പം പൊട്ടും എന്നും പറഞ്ഞ് അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അത് രേണുവിൻ്റെ ഭയങ്കര നെഗറ്റീവായിട്ടുള്ളൊരു വശമാണ്. അത് രേണു ആദ്യം മനസ്സിലാക്കുക. ആ കൊച്ചിന് വേണ്ടിയിട്ടായിരിക്കും ഞാനിപ്പോൾ ചിത്ര പറഞ്ഞ പോലെ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ആ കുഞ്ഞിനും ഒരു ഭാവിയുള്ളതാ, അത് വളർന്നു വരേണ്ടതാ.
അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളും ഞാൻ മറച്ചു വെക്കുന്നത്. ആ കുട്ടിക്ക് ഒരു ഭാവി ഉള്ളതാണെന്ന് ഇപ്പോഴാണ് രേണുവിന് ബോധ്യം വന്നത്. ഈ രേണു ഇപ്പം ഈ കാട്ടിക്കൂട്ടിയതൊക്കെ ഈ കുട്ടിക്ക് നാളൊരു സമയത്ത് നല്ലതാവുമെന്നാണ് രേണു വിചാരിച്ച് വെച്ചിരിക്കുന്നത്. ആണോ? ആ കുട്ടിക്ക് ആകപ്പാടെ ഉള്ളത് ആരാ? സ്വന്തം ഒന്ന് പറയാൻ ആകപ്പാടെ ഉള്ളത് ഒരു അമ്മയുണ്ട്, ഒരു സഹോദരനും ഉണ്ട്. അപ്പോൾ ഈ അമ്മയെന്ന് പറയുന്നൊരു സ്ത്രീയാണ്. അവർ ഈ മോശമായിട്ടുള്ള ഒരു ആണുങ്ങൾ ഈ പറഞ്ഞിടക്ക് എന്തെങ്കിലും ആയാലും അത് വിഷയം വരുന്നില്ല. പക്ഷെ സ്ത്രീ എപ്പോഴും ഒരു മോശമായ ആ മോശം സ്ത്രീയുടെ മകനാണ് എന്നുള്ള പേരേ വരുവുള്ളൂ. ഒരു പുരുഷനാണെന്ന് ചെയ്തത്, പക്ഷെ അങ്ങനെ ഒരു പേര് വരൂല. ഇപ്പം പിന്നെ സുധി കള്ളുകുടിയാനാണ് അല്ലെങ്കിൽ വേറെ ആണ് അങ്ങനെ ഭയങ്കരത്ത് പറഞ്ഞാൽ അത് മക്കളെ സംബന്ധിച്ച് അത് അങ്ങനെ അങ്ങ് വിടും. പക്ഷെ ഒരു അമ്മയെ സംബന്ധിച്ച് ആ അമ്മ മോശമായി കാണിച്ചാൽ അത് ആ മക്കൾക്ക് അത് ബാധിക്കും. അതിപ്പോഴാണോ രേണു മനസ്സിലാക്കിയത്? ഈ സോഷ്യൽ മീഡിയ കണ്ടിട്ട് നാളെ ഋതപ്പൻ വളർന്നു വരുന്ന ആ ഒരു ടൈമില് സോഷ്യൽ മീഡിയ കാണുമ്പോ അതിന് ചേച്ചി എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? ഒരു പേടിയില്ല ചിത്ര. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളീ പറയുന്നത് സഹോദരൻ്റെ എന്തെങ്കിലും മോശം പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ബാധിക്കും. അതപ്പം പറയാൻ എന്ത് യോഗ്യത ഉണ്ട്? അപ്പം എന്ത് യോഗ്യത ഉണ്ട്? രേണുവിന് എന്ത് യോഗ്യത ഉണ്ട്? അപ്പം ഇതുപോലെ തന്നെയാണ് കിച്ചുവിൻ്റെ കാര്യമായാലും ഋതപ്പൻ്റെ കാര്യമായാലും ഈ കുട്ടികൾക്ക് അവൻ്റെ അമ്മ ഇനി വളർത്തമ്മ ആയാലും ശരി, പോറ്റമ്മ ആയാലും ശരി, പെറ്റമ്മ ആയാലും ശരി, അവരെ അമ്മയെന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്കൊരു മോശം, അതല്ലേ സമൂഹം അവരെ മോശം പറയുമ്പോൾ ആർക്കും സഹിക്കൂല. നാളൊരു സമയം ഋതപ്പൻ വലുതായി വന്ന് അവൻ ചിലപ്പം കിച്ചുവിനേക്കാളും കുറച്ചും കൂടെ ചിന്തിക്കുന്ന കുട്ടിയായിരിക്കും. ഋതപ്പൻ ചിലപ്പോൾ കിച്ചുവിനേക്കാളും ചിലപ്പം ഇതിനേക്കാളും മോശമായിട്ട് ചിലപ്പം പറയാതിരിക്കട്ടെ ഞാൻ പറയുന്നത്. എന്നാലും ഓരോ കുട്ടികൾ ഓരോ വളർന്നു വരുന്ന സാഹചര്യം അവർ കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ആറ്റിറ്റ്യൂഡിൽ വരുന്നതാണ്. അപ്പം അവരിങ്ങനെ ചിന്തിക്കുക, എന്നാലും എൻ്റെ അമ്മ മോശമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? കാരണം അവർ ഇതിൽ യൂട്യൂബിൽ കിടക്കുകയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പം അത് ഒരു മോശമല്ലേ? ഇപ്പം ഈ പറയുന്ന ചേട്ടൻ അല്ലെങ്കിൽ ചേട്ടനെ പറ്റി മോശം അറിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഋതപ്പന് അത് എന്തുകൊണ്ട് ഇപ്പം രേണു പറയുന്നു? എന്തുകൊണ്ടത് പറയുന്നു? അപ്പം അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അത് ഭയങ്കര മോശമാണ് ഇങ്ങനെ പറയുന്നത്. എനിക്കൊന്നും വേണ്ട. കിച്ചു രാഹുൽ സന്തോഷമായിട്ട് ബിസിനസ്സും ചെയ്ത് ബിഗ് ബോസിലും കയറുവാണെങ്കിൽ കയറട്ടെ, എന്തും ആയിക്കോട്ടെ, പൈസ ഉണ്ടെങ്കിൽ ജീവിക്കട്ടെ. എനിക്ക് 1 രൂപ തന്നിട്ടുമില്ല, എനിക്ക് വേണ്ട. ക്യാൻസർ ആയിട്ട് കിടക്കുമല്ലേ, ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ICU കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ, അതാണോ വന്നത്? എന്നിട്ടൊരു വീഡിയോ ഇറക്കി. ഇപ്പം ഈ പറയുന്ന കിച്ചു ഇപ്പം ബിഗ് ബോസിൽ പോകുന്നെന്ന് പറഞ്ഞതാണ് ഇപ്പം പ്രശ്നമായത്. അതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഈ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്, അറിയാമോ? ഈ തെറ്റും ശരിയും എല്ലാം കാണുന്നത് എൻ്റെ ഒരു വിശ്വാസത്തിൽ പറയണം, ആരെ ഒളിച്ചിരുന്ന് പോലും ദ്രോഹിച്ചാൽ അത് അവർക്ക് അതിൻ്റെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഭവിഷ്യത്ത് കിട്ടും. മനസ്സിലായ? അപ്പോൾ ആര് എന്താണ് ചെയ്യുന്നത് അതിൻ്റെ നേരും നെറി എന്താണെന്നുള്ള മുകളിലിരിക്കുക ദൈവം എന്ന് പറയുന്ന ഒരാളിനറിയാം. മനസ്സിലായ? ഇപ്പോൾ കിച്ചു ഇപ്പം ഇനി എങ്ങനെ ഇപ്പം അവൻ എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നു, അവൻ ഇനി തെറ്റ് ചെയ്തില്ല. ഇപ്പം ഇതുവരെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതൊക്കെ ഇത് ചെയ്തിട്ട് മറന്നിട്ട് അവൻ നല്ല കുട്ടിയായിട്ട് ജീവിച്ചാൽ നമുക്ക് ആ തെറ്റ് ചെയ്ത ഒരാളിനോട് പിന്നെ നമുക്ക് അതിൽ പരാതി പറയാൻ പറ്റൂല. പിന്നെ അവരെ ദൈവം കൂടിയാണ് ആവുന്നത്. ഞാനത് പറയും, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, അതിങ്ങനെയുണ്ട്. അത് ഭയങ്കര നെഗറ്റീവാണ്. കാരണം നിങ്ങൾ ആ കുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇങ്ങനെ നിങ്ങൾ നിരന്തരം പറഞ്ഞ ആ കുട്ടി എന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചു കഴിഞ്ഞാൽ ആരും അതിൻ്റെ ഉത്തരവാദിത്വം പറയും? ഇങ്ങനെ ഒരു നിരന്തരം ഒരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ പറയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആര് ഉത്തരവാദിത്വം പറയും? നിങ്ങൾ പറയും. അതാണ് ഞാൻ പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത്. ഞാൻ കാരണമല്ല ശ്രമിക്കുന്നത്, അല്ല ഞാൻ കാരണമല്ല ഇദ്ദേഹം വേദനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഫോൺ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടല്ലോ. ഒന്ന് നന്നാക്കി കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിട്ടുമല്ലോ. വേണ്ട, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിന് അയച്ച പല വോയിസുകളും ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇവർ ഈ ചിന്തിക്കുന്ന പോലെ ഞാൻ ചിന്തിക്കുകയാണ്, പല വ്ളോഗേഴ്സിന് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും. നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? കിച്ചുവിനെ കാരണം സുധി ആത്മഹത്യക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ അവനിക്ക് മനോവിഷമം ഉണ്ടായി, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി. അത് എത്രാമത്തെ വയസ്സിലാണെന്നുള്ളത് ചിന്തിച്ചു നോക്കണം. അവനിക്കിപ്പോഴും എത്ര വയസ്സുണ്ട്, അന്ന് എത്ര വയസ്സുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു അമ്മയാണ് വന്ന് സമൂഹത്തിനോട് പറയുന്നത്. അത് എപ്പോഴും ഓർമ്മയിൽ വെച്ചിരിക്കണം. അപ്പോൾ കുട്ടികൾ ആർക്കും ആയിക്കോട്ടെ ഒരു തെറ്റ് പറ്റും. ആ തെറ്റ് പറ്റിയാതെ ഒരു അറിവായി കഴിഞ്ഞിട്ട് ഒരു പക്ഷേ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവനത് ചെയ്യാതിരുന്നാൽ അവർക്ക് പിന്നെ ശിക്ഷയില്ല. പക്ഷേ ഈ പറഞ്ഞു നടക്കുന്ന ആരാണോ അവർക്കാണോ അതിൻ്റെ ഇത് കിട്ടുന്നത്. അത് എപ്പോഴും രേണു ഓർമ്മിക്കുക. ഒന്നുമില്ലെങ്കിൽ രേണുവിൻ്റെ മകനാണ്, മകൻ്റെ സ്ഥാനത്താണ് അവൻ. അത് മറക്കരുത്. ക്യാൻസർ ആകും. എത്രയോ പേരെന്നെ വിളിച്ചു ചോദിച്ചു ക്യാൻസർ ആണോ ഒരു മനുഷ്യരെ വിളിച്ചു ചോദിച്ചില്ല. മെയിൻ സ്ട്രീം വണ്ണിന് കൊടുത്ത ഇന്റർവ്യൂവിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ചു ചോദിച്ചേക്കുന്നു.
രേണു ഇപ്പം ഞാൻ പറഞ്ഞു ഞാനന്ന് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുക, ചേച്ചിയെ എടുത്തത്, ഫോൺ എടുത്തത്. ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എത്രയും ലോകത്തുള്ള നാനാവിധത്തിലുള്ള ആളുകൾ വിളിച്ചു വെച്ചു, സത്യമാകല്ലേ രേണു, സത്യമാണോ എന്ന് വിളിച്ചു വെച്ചു, വ്ളോഗേഴ്സ് ഇട്ടപ്പം തന്നെ. അതുപോലും ഇവരെ കൊണ്ട് പറ്റിയില്ലല്ലോ. പിന്നെ ഓരോരുത്തർ കാണാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. കാണാൻ വരാനും വിളിക്കാൻ ആരും വന്നാലും നിങ്ങൾ അവിടെയാണ് ഇവിടെയാണ്, പിന്നെ നിങ്ങൾ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എല്ലാവരും. ഇപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നേ വിളിച്ചാൽ ഫോൺ എടുക്കുക, അല്ലെങ്കിൽ കാര്യം പറയുക ചെയ്താലല്ലേ പറ്റുള്ളൂ. നിങ്ങൾ അതിപ്പോൾ ഇപ്പം ഒരുപാട് മീഡിയകൾ ചോദിച്ചു നിങ്ങൾ ക്യാൻസർ ആണോ എന്ന് പല യൂട്യൂബർമാരുടെ അടുത്ത് ഇങ്ങനെ അത് അറിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങൾ പറയാതെ തന്നെ ഒരുപാട് പേര് അറിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അവിടെ ഒന്നും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലാസ്റ്റ് ഈ പറയുന്ന ചാനലിൽ വന്നിരുന്നാണ് പറഞ്ഞത്. അത് അപ്പോഴാണല്ലോ നിങ്ങൾ പറയുമ്പോഴാണല്ലോ എൻ്റെ സത്യാവസ്ഥ അറിയണം. മറ്റുള്ളവർ പറഞ്ഞത് കേട്ടിട്ടല്ലല്ലോ ചോദിക്കേണ്ടത്. അതിനുശേഷം നിങ്ങളപ്പോൾ അവർ വിളിച്ച് ചോദിച്ചല്ലോ. പിന്നെ അതിൽ കൂടുതൽ എന്തിനു വേണം? അത് നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട്. അപ്പം നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണല്ലോ അവർ ശരിയായിട്ടുള്ള കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. അതെന്ത് രേണു മനസ്സിലാക്കാത്തത്? അതായത് ചേച്ചി ഇപ്പോഴും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. നിങ്ങൾ തിരിച്ചു വരരുതെന്നുള്ളൊരാഗ്രഹം ആർക്കും കാണില്ല. കാരണം നിങ്ങളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇതുപോലെ വരണം, തിരിച്ചു വരണം, നിങ്ങൾ സംസാരിക്കണം എന്നൊക്കെയോ എല്ലാവരും വിചാരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ ഇതായി പോകണമെന്നൊന്നും ആരും ചിന്തിക്കും. പക്ഷെ പിന്നെ നിങ്ങൾ കുറച്ച് നല്ല രീതിക്ക് വരണം, നല്ല രീതിക്കായി നല്ല രീതിക്ക് സംസാരിച്ച് നല്ല രീതിയിലുള്ള അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഫ്രണ്ടായിട്ട് നിൽക്കുന്നത് എനിക്കൊരു മാനേജറുണ്ട്. ഇപ്പോഴും ഞാൻ രേണുസുതിയാന്ന് അറിയുന്നത് ഈ മാനേജർ കരിഷ്മ വിളിക്കുമ്പോഴാണ്. എന്തും വിളിക്കും എന്നെ, മോനെ അവൾക്ക് വേണേൽ വേറെ ജോലിക്ക് പോകാമല്ലോ. ഞാൻ പറഞ്ഞു എൻ്റെ മാനേജർ പോസ്റ്റ് എപ്പോഴും അവൾക്ക്. ഞാൻ പറഞ്ഞു മോനെ നീ തിരിച്ചു വരാൻ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയിരിക്കുക. നമുക്ക് പഴയ പോലെ പിടിക്കണം, നമ്മൾ പ്രോഗ്രാം പിടിക്കണം, ഇനോഗ്രേഷൻ പിടിക്കണം, സിനിമ ചെയ്യണം, എല്ലാം ചെയ്യണം മോനെ. നീ എന്നും എന്നെ ഊർജം കൊണ്ടുതരുന്ന അവളാ കരിഷ്മയാണ്. അപ്പോഴാണ് ഞാൻ ഒരു സെലിബ്രിറ്റി ആണല്ലോ എന്നുള്ളൊരു ചിന്ത വരുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന മാനേജർ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നമ്മൾ ഇതാണ്. അപ്പം നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഒരു പിന്നെ സെലിബ്രിറ്റി ആണെന്ന് അപ്പോഴാണ് തോന്നിയത്. പക്ഷേ നിങ്ങൾ അന്ന് ഫസ്റ്റിൽ കിടന്നപ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലല്ല പറഞ്ഞത്. നിങ്ങൾ ദൈവത്തിൻ്റെ ദാസിയായിട്ട് ദൈവത്തിൻ്റെ വഴിയിലോട്ട് പോകാൻ പോകുന്നു, ഞാൻ ഇതിൽ നിന്ന് റിക്കവറായി വന്നാൽ ഞാൻ ദൈവത്തിലോട്ട് ആണ് കൂടുതൽ അടുക്കാൻ പോകുന്നതെന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. പക്ഷേ ഈ കുറച്ചിങ്ങനെ അസുഖം ഭേദമായി വരുന്തോറും അപ്പം നിങ്ങൾ വാക്ക് മാറ്റണം. നിങ്ങൾ അന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ മറന്നു പോയില്ലേ? എന്തായാലും നല്ലതായിട്ടിരിക്കട്ടെ, എല്ലാം നല്ലതായിട്ട് വരട്ടെ. രേണുസുതി എന്ന് പറയുന്ന രേണു നല്ല രീതിക്ക് നല്ല കഥാപാത്രങ്ങളും നല്ല റീൽസുകളും ഒക്കെ ചെയ്ത് അതായത് മോശം നെഗറ്റീവ് ആൾക്കാരെ പറയുന്നതൊക്കെ മാറ്റി കുടുംബവുമായിട്ട് നല്ല രീതിക്ക് അസുഖങ്ങളൊക്കെ ഭേദമായിട്ട് നല്ലപോലെ ആയി വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.